കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 7-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിന് നടുവിൽ വലിയൊരു പാപം സംഭവിക്കുകയാണ്. അതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ യെരിഹോ എന്ന് പറയുന്ന പട്ടണത്തെ ഇസ്രായേൽ ജനം കീഴടക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ആ പട്ടണത്തിലുള്ള ശബ്ദാർപ്പിതമായതൊന്നും എടുക്കാൻ പാടില്ല. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരടുത്തതായിട്ട് കീഴടക്കേണ്ടത് ഹായി എന്ന് പറയുന്ന പട്ടണമാണ്. ആ പട്ടണം വലിയൊരു പട്ടണമല്ല, ആൾപ്പെരുപ്പമുള്ള ഒരു പട്ടണവുമല്ല. അവിടേക്ക് എല്ലാ ജനത്തെയും കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറഞ്ഞ് അവരേകദേശം 3000 പേർ ആ പട്ടണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ആ പട്ടണം കീഴടക്കണം, മുൻപോട്ട് യാത്ര ചെയ്യണം. നിസ്സാരമായിട്ട് ആ പട്ടണത്തെ കീഴടക്കാം, അവിടുത്തെ ജനത്തെ തങ്ങൾക്ക് അടിമകളാക്കാം, കൊന്നുകളയാം. ഈ 3000 ആളുകൾ കടന്നുപോയി. എന്നാൽ നിസ്സാരമായിട്ട് ജയിക്കേണ്ട സ്ഥാനത്ത് ഹായി പട്ടണക്കാരുടെ മുമ്പിൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. ഇസ്രായേൽ ജനത്തിൻ്റെ വാളിനാൽ ഹായി പട്ടണക്കാർ വെട്ടേറ്റ് വീഴേണ്ട സ്ഥാനത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലെ 36ഓളം ആളുകൾ വെട്ടേറ്റ് വീണു. ഹായി പട്ടണക്കാർ തോറ്റ് ഓടേണ്ട സ്ഥാനത്ത് ഇസ്രായേൽ ജനം തോറ്റ് പിന്തിരിഞ്ഞോടി. ഹായി പട്ടണത്തിൽ വലിയൊരു നിലവിളി ഉയരേണ്ട സ്ഥാനത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ പാളയത്തിൽ വലിയ നിലവിളി ഉയർന്നു. ഹായി പട്ടണത്തിൽ ആൾനാശം സംഭവിക്കേണ്ട സ്ഥാനത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ആൾനാശം സംഭവിച്ചു. പാളയത്തിൽ വലിയ നിലവിളി ഉയർന്നു. യോശുവയും മൂപ്പന്മാരും നിലത്ത് വീണ് കിടന്ന് തലയിൽ പൊടിവാരി ദൈവത്തോട് നിലവിളിക്കുക. ഞങ്ങളെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്തിനാണ്? മറ്റുള്ളവർക്ക് നിന്നെയും പരിഹാസ വിഷയമാക്കി തീർക്കുവാൻ വേണ്ടിയാണോ എന്നുള്ള നിലവിളി. അപ്പോൾ ദൈവം ഇടപെടുകയാണ്. 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവ യോശുവയോട് അരുളിച്ചത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശബ്ദാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി, യോശുവയെ നീ ഇങ്ങനെ നിലവിളിച്ചതുകൊണ്ട്, കിടന്നതുകൊണ്ട്, പൊടി വാരിയിട്ട് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ പാപം സംഭവിച്ചു. ഞാൻ കൽപ്പിച്ചതിന് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവം പറയുകയാണ്, ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നീക്കിക്കളയാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. അപ്പോൾ ശാപം നീക്കണം. ആ ശാപം നീക്കാതെ ദൈവത്തിന് അവരോട് കൂടെ ഇരിക്കുവാൻ കഴിയത്തില്ല. അതിനെന്താണ് ഒരു പോംവഴി? എന്താണ് ഒരു പ്രതിവിധി? ദൈവം പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യം, നിങ്ങൾ രാവിലെ ഗോത്രമായി അടുത്തു വരണം. യഹോവ പിടിക്കുന്ന ഗോത്രം കുലമായി അടുത്തു വരണം. യഹോവ പിടിക്കുന്ന കുലം കുടുംബമായിട്ട് അടുത്ത് വരണം. യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്ത് വരണം. ശബ്ദാർപ്പിത വസ്തുവിനോട് കൂടെ പിടിക്കപ്പെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയണം. അവൻ യഹോവയുടെ നിയമം ലംഘിച്ചു. ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് പ്രഭാതത്തിൽ യോശുവ ഗോത്രമായി കൊണ്ടുവരികയാണ്. അങ്ങനെ യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. യഹൂദ ഗോത്രത്തെ കുലമായി വരുത്തി. സർഹ്യകുലം പിടിക്കപ്പെട്ടു. അവൻ
സർഗ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി. സബ്ദി പിടിക്കപ്പെട്ടു. അവൻ്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി. യഹൂദ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. അപ്പോൾ പാളയത്തിൽ പാപം സംഭവിച്ചു, ജനം പരാജയപ്പെട്ടു. യോശുവ ചോദിക്കുന്നു, നീ എന്താണ് എടുത്തത്? അവൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിനെ മേലങ്കി 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്ത് അതിൻ്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. വെള്ളി അടിയിൽ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ്, പാപം, അനുസരണക്കേട് ഒരു രാജ്യത്തെ മുഴുവനും പരാജയത്തിലേക്ക് നയിച്ചു. ഒരുവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം, പാപം ഒരു ജനതയെ മുഴുവനും ബാധിച്ചു. യോശുവ പാപം ചെയ്തോ? ഇല്ല. പക്ഷേ യോശുവയെ ബാധിച്ചു. പുരോഹിതന്മാർ പാപം ചെയ്തില്ല, മൂപ്പന്മാർ പാപം ചെയ്തില്ല, അവരെയും ബാധിച്ചു. 36ഓളം ആളുകൾ പാപം ചെയ്തില്ല, പക്ഷേ അവർ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. ആ കുടുംബങ്ങൾ പാപം ചെയ്തില്ല, അവർ ദുഃഖത്തിൻ്റെ നിലവിളിയുടെ നടുവിലേക്ക് തള്ളപ്പെട്ടു പോയി. കാരണം ഒരുവൻ്റെ പാപം, ഒരുവനിൽ കടന്നുകൂടുന്ന പാപം അവൻ്റെ കുടുംബത്തിലുള്ള സകലരെയും ബാധിക്കും. ഒരുവനിൽ കടന്നുകൂടുന്ന തെറ്റ്, പാപം, അനുസരണക്കേട് ഒരു സഭയെ മുഴുവനും ബാധിക്കും. ഒരുവനിൽ കടന്നുകൂടുന്ന പാപം അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തന മേഖലകളെ, അവൻ പ്രവർത്തിക്കുന്ന സംഘടനകളെ ബാധിക്കും. അത് ദേശത്തെ ബാധിക്കും, രാജ്യത്തെ ബാധിക്കും. എന്നാൽ ഏറ്റവും ഒടുവിൽ ശിക്ഷ ആർക്കാണെന്നറിയാമോ? തെറ്റ് ചെയ്ത മനുഷ്യനാണ്. ആഗോർ താഴ്വരയിൽ കൊണ്ടുചെന്ന് ആഖാനെയും അവനുള്ള സകലത്തെയും തീയിടുകയും കല്ലുകൾ അവനെ നേരെ വലിച്ചെറിഞ്ഞ് ആഗോർ താഴ്വരയിൽ ആഖാൻ്റെയും കുടുംബത്തിൻ്റെയും മുകളിൽ വലിയൊരു കൽക്കൂമ്പാരം ഉയർന്നു. ഇന്ന് പ്രഭാതത്തിൽ നാം നിമിത്തം നമ്മുടെ കുടുംബം പരാജയപ്പെടരുത്. സഭ, സംഘടന, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മേഖലകൾ, ദേശം, രാജ്യം പരാജയപ്പെടാതെ കർത്താവ് പറയുന്നതനുസരിച്ച് ജീവിതം മുൻപോട്ട് നയിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.